അമേരിക്കയിലെ ടെക്സസിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരണം 50ആയി. കാണാതായ 20 പേർക്കായുള്ള തെരച്ചിൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. പ്രദേശത്ത് മണിക്കൂറുകൾക്കുള്ളിൽ ഒരു മാസത്തെ സമയത്ത് ലഭിക്കേണ്ട മഴ കിട്ടിയെന്നാണ് US കാലാവസ്ഥാ വകുപ്പിന്റെ വിലയിരുത്തൽ. ആയിഷത്തുൽ ഷംന വിവരങ്ങളുമായി. ഷംന, അപ്രതീക്ഷിതമായി ഉണ്ടായ മഴ ടെക്സസിനെ ആകെ നടുക്കിയിരിക്കുകയാണ്. ഇപ്പോൾ എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം? ഈ കാണാതായ പെൺകുട്ടികൾ, സമ്മർ ക്യാമ്പിൽ നിന്ന് കാണാതായ പെൺകുട്ടികൾ ഒരു ആശങ്കയായി തന്നെ തുടരുകയാണോ? തീർച്ചയായും ശ്രീജ, 27ഓളം പെൺകുട്ടികളാണ് സമ്മർ ക്യാമ്പിൽ ഉണ്ടായിരുന്നത്. ഇതിൽ 7 പേരെ കണ്ടെത്താനായി എന്നാണ് വിവരം. മറ്റുള്ളവർക്കായി, അതായത് 20 പേർക്കായുള്ള തെരച്ചിൽ ഇപ്പോൾ ഊർജിതമായി നടക്കുന്നുണ്ട്. പക്ഷേ സമീപത്തെ ഇതുപോലെ വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഗതാഗത തടസ്സമൊക്കെ നേരിടുന്നുണ്ട്. വൈദ്യുതി ലൈനുകളൊക്കെ പൊട്ടി വീണിട്ടുണ്ട്. ഇതൊക്കെ ഈ രക്ഷാപ്രവർത്തനത്തിന് ഒരു വെല്ലുവിളിയായി തുടരുകയാണ്. പക്ഷേ കഴിയുന്നതും വളരെ ഊർജിതമായി തന്നെ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ മരണസംഖ്യ ഉയരുന്നു എന്നതാണ് ഒരു പ്പെടുന്ന സാഹചര്യം. ഇന്നിപ്പോൾ രാവിലെ ഏകദേശം 4 പേരെയാണ് ഇപ്പോൾ 4 മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. ഒപ്പം തന്നെ ഈ തെരച്ചിൽ നടക്കുന്ന ഘട്ടത്തിലൊക്കെ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നു എന്നൊരു റിപ്പോർട്ടുകൾ ഉണ്ട്. ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിൽ പോലും കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്നു, മരണസംഖ്യ ഉയരുന്നു എന്നതായി റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും തെരച്ചിൽ പ്രവർത്തനങ്ങൾ ഊർജിതമായി നടക്കുന്നു. ഒപ്പം തന്നെ ഈ മിന്നൽ പ്രളയത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. അതായത് 2 മണിക്കൂറിൽ ഏകദേശം 6 കിലോമീറ്റർ ഉയരത്തിലധികം, അത്രയും ഉയരത്തിലാണ് നദികളിലൊക്കെ ജലനിരപ്പ് ഉയർന്നത്. ഒപ്പം തന്നെ ഒരു മാസത്തിൽ എത്ര മഴയാണോ ലഭിക്കേണ്ടത് അത്രയും മഴ വെറും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ മേഖലയിൽ ലഭിച്ചു എന്നാണ് വിവരം. ഇതാണ് ഇത്തരത്തിലുള്ള ഒരു മിന്നൽ പ്രളയത്തിലേക്ക് നയിച്ചത് എന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പിന്റെ കണ്ടെത്തലും. ഇതോടുകൂടി ഏറെ ആശങ്കയിലാണ്. ഒപ്പം തന്നെ വരും ദിവസങ്ങളിലും ശക്തമായ മഴ ഉണ്ടാകും മേഖലയിൽ എന്ന ഒരു പ്രവചനം കൂടി ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇതോടുകൂടി ഏറെ ആശങ്കയിലാണ് ടെക്സാസ് എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മിന്നൽ പ്രളയം അത് കൃത്യമായി പ്രവചിക്കാൻ കാലാവസ്ഥാ വകുപ്പിന് കഴിഞ്ഞിട്ടില്ല. ഒപ്പം തന്നെ ശക്തമായ മഴ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും ഇത്രയധികം ലഭിച്ച മഴയുടെ അളവ് ഇത്രയധികം കൂടുതലാകുമെന്ന് പ്രവചിക്കാനോ അല്ലെങ്കിൽ കൃത്യമായി ജനങ്ങൾക്ക് ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകാനോ കാലാവസ്ഥാ വകുപ്പിനോ സർക്കാരിനോ കഴിഞ്ഞിട്ടില്ല. ഇത് വലിയൊരു വീഴ്ചയാണ് എന്ന തരത്തിലുള്ള ആരോപണങ്ങളും ഉയരുന്നുണ്ട്. എന്തായാലും രക്ഷാപ്രവർത്തനം ഊർജിതമായി തന്നെ തുടരുകയാണ്. പ്രത്യേകിച്ച് സമ്മർ ക്യാമ്പിൽ കാണാതായ പെൺകുട്ടികൾ അവർ ആശങ്കയായി തന്നെ തുടരുന്നു എന്നതാണ് സാഹചര്യം. ഒപ്പം തന്നെ സമീപത്തെയുള്ള ഒരു ചർച്ചിൽ ഇന്ന് വൈകിട്ടോടുകൂടി എല്ലാവരോടും ഒത്തുചേരാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിൽ ബന്ധുക്കളെ, സുഹൃത്തുക്കളെ കാണാതായിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ച് കൂടുതൽ നമുക്ക് വിവരങ്ങൾ ലഭ്യമാകും എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും തെരച്ചിൽ തുടരുന്നു എന്നതാണ് സാഹചര്യം. ശ്രീജ, ഷംനയാണ് വിവരങ്ങൾ നൽകിയത്. ഷംന,